നീണ്ട 10 വർഷത്തിന് ശേഷം TP സ്മാരക മന്ദിരത്തിൽ CMDയുടെ പത്രസമ്മേളനം നടക്കുകയാണ്. MVR സ്ഥിരമായി പത്രക്കാരെ കണ്ണൂരിൽ വെച്ച് കണ്ടുകൊണ്ടിരുന്നത് ഈ ഹാളിലാണെന്ന് നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും. എന്തായാലും നിയമയുദ്ധത്തിലൂടെ ഈ കെട്ടിടം വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, CMD കേരള രാഷ്ട്രീയത്തിൽ നിയമപരമായി തന്നെ ഗൗരവമായ ഒരു ഘടകമാണ് എന്ന് കോടതി വിധിയിലൂടെ വ്യക്തമായി. ഇതുമായി ബന്ധപ്പെട്ട് ചില സമവായ ചർച്ചകൾ നടന്നതെല്ലാം നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിന്ന് മാധ്യമങ്ങളെ കാണാൻ ആഗ്രഹിച്ചത് കേരളത്തിൽ സമ്പൂർണമായ അരാജകാവസ്ഥ വന്നിരിക്കുകയാണ്. അരാജകമായ ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ സംജാതമായിട്ടുള്ളത്. ഒരു മുഖ്യമന്ത്രിയും കുറെ മന്ത്രിമാരും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നത് കഴിച്ചാൽ ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു ഗവൺമെന്റായി കേരള ചരിത്രത്തിൽ ആദ്യമായി പിണറായി സർക്കാർ മാറിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് സാമ്പത്തികമായ ഒരു അടിയന്തരാവസ്ഥ തന്നെ പ്രഖ്യാപിക്കപ്പെടാതെ നിലനിൽക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ സമ്പൂർണമായ ഫാസിസം, ക്യാമ്പസ് ഫാസിസം അഴിഞ്ഞാടുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ദൗർഭാഗ്യവശാൽ ഒരു കാലഘട്ടത്തിൽ റാഗിംഗ് പോലുള്ള ഏറ്റവും അനാശാസ്യമായ പ്രാകൃത സമ്പ്രദായങ്ങൾക്കെതിരെ പൊരുതി വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയായി മാറിയ SFI തന്നെയാണ്. SFIക്കുണ്ടായതുപോലെ ഒരു ഓർഗനൈസേഷണൽ ഡീകേ, സംഘടനാപരമായ ജീർണത മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയം. നല്ലത് മോശമാകുമ്പോൾ വളരെ മോശമാകും. ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത, യുദ്ധം ചെയ്ത സംഘടന ഇന്ന് വിദ്യാർത്ഥികളെ കെട്ടിയിട്ട് തല്ലിക്കൊല്ലുകയാണ്. ഇത് കണ്ടു നിൽക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഈ ക്രൂരമായ കൊലപാതകത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ പ്രശ്നം ക്ലിഫ് ഹൗസിൽ മരപ്പട്ടിയുണ്ട് എന്നുള്ളതാണ്. എന്തൊരു ഐറണിയാണത്. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരന്മാരെയാണ് ഓർമ്മ വരുന്നത്. OB വിജയനാണ് ഓർക്കുന്നത്. അദ്ദേഹം സ്വയം ഒരു പൊളിറ്റിക്കൽ ഐറണിയായിട്ട് മാറിയിരിക്കുകയാണ്. കാട്ടാന ചവിട്ടി കൃഷിക്കാർ മരിക്കുന്നു. സ്വന്തം സംഘടനയിൽപ്പെട്ട ആളുകൾ ഒരു കുട്ടിയെ ദിവസങ്ങൾ തല്ലി ഭക്ഷണം കൊടുക്കാതെ കൊല്ലുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം മരപ്പട്ടിയാണ്. പരിഹാസ്യമാവുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ശമ്പളം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഇറങ്ങിപ്പോണം. ട്രഷറി മാനേജ് ചെയ്യുക എന്നതാണ് ഭരണകക്ഷിയുടെ ചുമതല. അതിനെയാണ് ട്രഷറി ബെഞ്ചസ് എന്ന് വെസ്റ്റ്മിനിസ്റ്റർ ഡെമോക്രസിയിൽ വിളിക്കുന്നത്. അതുകൊണ്ടാണ് നിയമസഭയിൽ ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുന്നത്. ഫിനാൻസ് ബിൽ പരാജയപ്പെട്ടാൽ വിശ്വാസ പ്രമേയം പരാജയപ്പെട്ട പോലെ തന്നെ മന്ത്രിസഭ രാജിവെക്കണം. ഇന്ന് ഫലത്തിൽ ഒരു ഫിനാൻസ് ബിൽ പരാജയത്തിന് തുല്യമായ അവസ്ഥയാണ് കേരളത്തിൽ സംജാതമായിട്ടുള്ളത്. പൂർണ്ണമായ അരാജകാവസ്ഥ ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കും. ഇത് നോക്കി നിൽക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. പ്രതിപക്ഷത്തെ ഏറ്റവും സജീവമായ പാർട്ടികളിലൊന്നായ CMDക്ക് സാധിക്കില്ല. അതുകൊണ്ട് കുട്ടികളെ രക്ഷിക്കണം, മക്കളെ രക്ഷിക്കണം. മക്കളെ തല്ലിക്കൊല്ലുകയാണ്.
മക്കളെ തല്ലിക്കൊല്ലുമ്പോൾ അവരുടെ സഹോദരന്മാർക്കും രക്ഷാകർത്താക്കൾക്കും നോക്കി നിൽക്കാൻ കഴിയില്ല. ഒരു ഡീൻ എന്ന് പറയുന്ന നരാധമൻ പറയുന്നത് ഞാൻ സെക്യൂരിറ്റി സർവീസ് അല്ല എന്നാണ്. അതിന്റെ അർത്ഥം പിണറായി വിജയന്റെ സെക്യൂരിറ്റി ഈ വൃത്തികെട്ട അധ്യാപകനുണ്ട് എന്നാണ്. അയാളെ തെരുവിൽ നേരിടും. എനിക്ക് SFI ഗുണ്ടകളെ നേരിടേണ്ട ആവശ്യമില്ല. ഇത്തരം അധ്യാപക വേഷം കെട്ടിയിട്ടുള്ള അധ്യാപക വൈകൃതങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിയിട്ട് പറയുകയാണ് ഒരു കുട്ടിയെ തല്ലിക്കൊന്നപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഞാൻ മരണവിവരം വിളിച്ചറിയിച്ചു. 1-ാം പ്രതി ഡീനാണ്. ഈ കൊലപാതക കേസിൽ ഡീനിനെ പ്രതിയാക്കണം, വാർഡനെ പ്രതിയാക്കണം. പക്ഷേ പിണറായി വിജയൻ കൊലപാതക കേസെടുക്കാൻ പോലും തയ്യാറല്ല.